എമിലി എന്താണ് തടിയാ? നിങ്ങൾ വരുന്നുണ്ടോ? എവിടെ? നമ്മൾ ഫിലിം ഫെസ്റ്റിവലിന് ഒന്ന് എല്ലാവരും കൂടെ പോയിട്ട് വന്നാലേ? ഇല്ല വരാനില്ല. എന്ത് പറ്റി? ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോണം. നമുക്ക് എല്ലാവരും കൂടെ പോയിട്ട് വരാം, എന്നാലേ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ഉള്ള ഇൻട്രസ്റ്റ് ഒക്കെ മതി, വാ നമുക്ക് പോവാം. എടാ നില്ലടാ, ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോണം. ചുമ്മാ ഇരിപ്പ്, അതുവരെ പോയിട്ട് ഒന്ന് വരാം. നീ കൈവിടേക്ക് വേദനിക്കുന്നു. എടാ വന്നാണ്. വിട് പോവാം. എടാ പ്ലീസ്, ക്ലാസ്സിന് പോണം. പറഞ്ഞാ വലിയ എല്ലാവർക്കും വലിയ കുഴപ്പമില്ല. സർക്കാർ മെഡിക്കൽ കോളേജിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ജയകുമാറിന്റെ ജീവിത വഴികളിലൂടെ വേണ്ട ഇതുവഴി പോടാ. ഓ ഓച്ചൊരു അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയ പിന്നെ എല്ലാ ദിവസവും ഞാൻ അവിടെ ആയിരിക്കും. അവിടെ എൻ്റെ ആരുണ്ട്? അവിടെ എൻ്റെ വല്യമ്മയുണ്ട്. അപ്പോൾ തൃശ്ശൂർ കുഞ്ഞമ്മയുണ്ട്. ഇപ്പം മാമിയ മാമി എരുമേലില്. ഡേയ് നിനക്ക് 14 ജില്ലകളിലും ബന്ധുക്കളാണ്. അതെല്ലാം കോവിൻ്റെ നടയിൽ. എല്ലാ സ്ഥലത്തും ഉത്സവം കൊണ്ട് ഇവിടെ പുതിയ പഠന റിപ്പോർട്ട് കോളേജ് ക്യാമ്പസുകളിൽ മൊബൈലിന്റെ അമിത ഉപയോഗം നാടിന്റെ തന്നെ സദാചാരത്തെ ബാധിക്കുന്നു. നമ്മുടെ സദാചാരമൊക്കെ പോയളിയാ. സദാചാരം നമുക്കിവിടെ സദാചാരത്തിന്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാലോ? സദാചാര പോലീസ്. അത് കൊള്ളാം. അടികൊണ്ട് ഊപ്പാട് വരും. പക്ഷെ നല്ല ഐഡിയ ആണല്ലേ. നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. നല്ല ഐഡിയ ആണ് അല്ലേ? നമുക്കൊരു വെയിറ്റ് ആയിരിക്കും. പക്ഷെ അതിനെ പറ്റി കേസ് വേണ്ടേ? കേസൊക്കെ വരും. ആ തടിയ സോമല്ലേ എമിലിയുടെ കൈ കയറി പിടിച്ച്. ആദ്യം എമിലി വിളിച്ച് എന്തോ റോങ്ങായി സംസാരിച്ച് അന്വേഷണം കൈ കയറി പിടിച്ചു. നീ ഇത് കേട്ടില്ലേ? കേട്ട് പിന്നെ ഒന്ന് മിണ്ടായിരിക്കണേ. ഞാൻ എന്ത് ചെയ്യണം? എടാ നമുക്ക് ചോദിക്കാം. നീ വെറുതെ മിണ്ടാണ്ടിരിക്കും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണം പ്രശ്നത്തിന്. ഇത് ആവശ്യമുള്ള കാര്യമാണ്. നീയല്ലേ പറഞ്ഞ നമുക്ക് ഇവിടെ സദാചാര പോലീസ് ചമയണമെന്ന്. പക്ഷെ അത് ശരിയാണ്. പക്ഷെ ഈ കൈ കയറി പിടിച്ചെന്നൊക്കെ പറയുമ്പോ ഒരു കൈ കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് സദാചാര ലംഘനമല്ല. കാരണം കൈ ഒരു സെക്ഷൽ ഓർഗൻ അല്ല. ചില സമയത്താണ്. എടാ അതെന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? കൈ പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മകൾക്ക് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അണ്ണാ അത് പാണിഗ്രഹണം. അച്ഛൻ മകളുടെ കൈ പിടിച്ചു കൊടുക്കുന്നതും ഭർത്താവ് ഭാര്യയുടെ കൈ പിടിക്കുന്നതും ഞാൻ എമിലിയുടെ കൈ പിടിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. 3 2 2 3 ഇവിടെ തടിയും സോമനാണ് വില്ലൻ. എമിലി പാവം മാൻപേട. നീ പാടാ എൻ്റെ ഒരു പേടാ. രവിയേട്ടാ കുറിച്ച് പറഞ്ഞാലും കാര്യമുണ്ട്. ചില സാഹചര്യത്തിനനുസരിച്ച് സദാചാരത്തിന്റെ സ്വഭാവം മാറും. നമുക്ക് പോയി ചോദിക്കാം. നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അപ്പൊ എമിലിന്റെ പെങ്ങളാ. അണ്ണാ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. എന്നാ പോയി നിങ്ങൾ വാ വാ വാ. ഞാൻ പറഞ്ഞടാ കൊച്ചു കൈമാരെ കേസിന് നമ്മളൊന്നും ശരിയാവൂല. പക്ഷെ നിങ്ങൾ വന്നേന്ന്. വാ. അവന്മാര് പോണോ? അവര് അത്യാവശ്യമായിട്ട് പോകണമെന്നാണ്. പോട്ട് എന്ത് എവിടെ പോണോ? നിന്റെ അടുത്ത് വന്ന് പറയണോ അതൊക്കെ? നീ പിടിച്ച ആരെ കൈ കയറി എമിലിയുടെ പിടിച്ച്? നിനക്കെന്ത്? വാ പിടിച്ചെന്ന് പോവാ. നീ കാണിച്ചത് ചറ്റത്തരമായി പോയി. സദാചാര ലംഘനമാണ് നീ കാണിച്ചത്. എന്നിട്ട് അവൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ സദാചാര ലംഘനത്തിനെ ചോദിക്കാൻ നീ ആരടാ? നീ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീ കാണിച്ചത് ചെറ്റത്തരവും സദാചാര ലംഘനമാണ്. ആണാ? ശരി എന്നാ പോട്ടാ. എടാ അവിടെ പോടാ. ഓടിക്കോ, അവിടെ വലിയ അടി കിടക്കുന്നു. സദാചാരം. നീ യവന്മാരെ ഈ കോളേജ് വാങ്ങിക്കുക. ഇത് കലാലയമാണ്, അല്ലാതെ കലാപഭൂമിയല്ല. യവന്മാര് തമ്മി അടിക്കട്ടെ. യവന്മാരെ കൂമ്പക്കല്ലേ പാടുള്ളൂ. ആ കോളേജിലെ സാധനങ്ങൾ മൊത്തം, ആ കാലഘട്ടത്തിലെ സാധനങ്ങൾ മൊത്തം അടിച്ചു പൊട്ടിച്ചേക്കണം. 3 ജനാലയുടെ ജില്ല തകർത്തത്. പിന്നെ കുറെ ചെടിച്ചട്ടിയും പൊട്ടി വെച്ചു. അതും തകർത്താ? ഇതിനൊക്കെ നഷ്ടപരിഹാരം ആര് കൊടുക്കും? യവന്മാർ കൊടുക്കും. ഞാനങ്ങൂല. ഞങ്ങൾ ഇവിടെ പോയെന്നുള്ളത് ശരിയാണ്. പക്ഷെ സദാചാര ലംഘനം എവിടെ കണ്ടാലും ഞങ്ങൾ ഇടപെടും. മോഹം കണ്ടോ? കണ്ട അടിച്ച് പഞ്ചറായി കളഞ്ഞ ചെറുക്കൻ്റെ മുഖം എല്ലാം കൂടെ. സാറേ ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ കോളേജിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും.
അച്ഛനാരെന്ന് താൻ അറിയാമോ? നിനക്ക് അറിഞ്ഞു എത്ര ആ പറഞ്ഞേട്ടാ എൻ്റെ അച്ഛനാണെന്ന് അറിയാം നിനക്ക്? സാറിന് അറിയോ? സാറിന് അറിഞ്ഞൂടാ. നിനക്കറിയാടാ? അറിയില്ല. രവിയേട്ടാ നിനക്ക് അറിഞ്ഞൂടെ? സാറിന് പറഞ്ഞൂടെ? അധികം സ്മാർട്ടായില്ല കേട്ടാ. ടീച്ചറിന് പറഞ്ഞൂടെ? അത് ശരി. അത് ആർക്കും അറിഞ്ഞൂടാ. സോമനും അറിഞ്ഞൂടാ അച്ഛൻ ആരാണ്. ഉള്ള പോക്കത്തിൽ മൊത്തം കണിച്ച സ്മാർട്ടായില്ലേ? നിന്നെയൊക്കെ എന്തിനാണോ ഞങ്ങൾക്കറിയാം. ആർക്കറിയാം? നമുക്ക് എനിക്കറിയാം. എനിക്ക് അറിയണം സാറേ, എന്നെ തല്ലി എന്തിനൊന്നും. സാർ ആദ്യം തല്ലിയത് അവനാ. നീ മിണ്ടരുത്. ഡേയ് നീ എന്തിനാ സോന തല്ലിയത്? സാർ ഇവ എമിലിയുടെ കൈ കയറി പിടിച്ചു. ആര് പുറത്തുണ്ട്? എമിലി പുറത്തുണ്ട്. ഡേയ് നീ ഞാൻ എമിലിയെ വിളി. ഡേയ് നീ ഇവിടെ നീ പോയിട്ട് പോടാ. ഡേയ് നീ പോടാ. നീ പോ. നീ ഇവിടെ നീ ഇല്ല. ശരിയാക്കി തരാം. എന്താണെന്ന് അറിയാൻ പറ്റൂല നമുക്ക്. ആര്? ഇപ്പൊ അറിയാൻ പറ്റും കാര്യങ്ങൾ. ഇപ്പം അറിയാം. തീരുമാനം എടുക്കാം. നമ്മളൊന്നും ചെയ്തില്ല. പോയി കാര്യം നീ ഒന്നും ചെയ്യില്ല. എല്ലാം പ്ലാൻ ചെയ്ത് കൊടുക്കുകയാണ്. ആരെ പുറത്താക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കാര്യങ്ങൾ മൊത്തം വ്യക്തമായിട്ട് അറിഞ്ഞില്ലല്ലോ. നീ എന്താ ഇവിടെ ഒന്ന് കുഴവഴാന്ന് പറഞ്ഞ് ഞാൻ കേട്ട് ഇല്ലേ? അടിയുണ്ടൊക്കെ ശരി തന്നെ, കാര്യം പാടുകളൊക്കെ ഉണ്ട്. നീ തിരിച്ചൊന്നും അടിച്ചില്ലെന്ന് എനിക്ക് വ്യക്തമായി. കാരണം അവന്മാർ ദേഹത്ത് ഒന്നുമില്ല. തോണ്ടട്ടെ കട വിളിക്കാൻ പോയ അവിടെ പോയി. ആ ആ വാ വാ വാ. ഇവിടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ? എല്ലാം അറിഞ്ഞു. എല്ലാത്തിനും ഉത്തരവാദിത്വം നീയാണ്. ഞാനോ? ആ നീ തന്നെ. നിന്റെ കയ്യിൽ ഈ സോമൻ കയറി പിടിച്ചാ? എപ്പോ? പ്രദീപ എപ്പോഴെന്ന്? സാറേ ഇന്ന് രാവിലെ ഇവിടെ വെച്ച് അവിടെ വെളിയിൽ. നീ കണ്ട? സാക്ഷികളുണ്ട്. വിളിക്കാൻ സാർ. ആ വിളി. യവൻ കയറി പിടിച്ച് സാക്ഷികൾ യവന്മാര്. എമിലി ഉള്ള കാര്യം തുറന്നു പറ. ആരെ പേടിക്കുന്നത്? ആരെയും പേടിക്കണ്ട. Tell the truth in the front of the court. അല്ലേ? അല്ല സാർ. ആണോ? സർ ഞാൻ എന്തു പറയാനാ, ഞങ്ങൾ സംസാരിച്ചിരുന്നു രാവിലെ പുറത്ത് വെച്ച്. എന്റെ കയ്യിലൊന്നും കയറി പിടിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കയ്യിൽ കയറി പിടിച്ചത് ഓർമ്മയില്ല. എല്ലാം പോയി. കരയാതെ. ക്ലാസ്സിൽ ചെല്ലേ. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം കേട്ടാ. കരയാതെ. എല്ലാവരും ക്ലാസ്സിൽ പോയി. നിങ്ങൾ നാല് ഇവിടെ നിങ്ങൾ നാല് ഇവിടെ തന്നെ. നീ ഇവിടെ നീ ഇവിടെ എല്ലാവരും എല്ലാവരും സാമാ പോണ വഴി വല്ല കമ്മ്യൂണിസ്റ്റ് പച്ച വല്ലതും ഉണ്ടെങ്കിലേ ഒപ്പിച്ചോ കേട്ടാ. കയക്കി വെക്കണം സാർ. ആ അത് അറിയാം. നിങ്ങളെന്തിനു കരയുന്നത്? കരയില്ല ശരിക്കും. സാറേ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു സാറേ. ഞാൻ ചുമ്മാ എന്താ ഇവര് വിളിച്ചോണ്ട് പോയതാണ്. എന്തിനാണ് അടിപൊളിയെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ. എടാ നീ അല്ലാതെ ആരെങ്കിലും അവന്മാർ ഇവിടെ കാര്യവിടാ. എനിക്കറിയാം നീ വെറും മണ്ടനാണെന്ന്. ഉമ്മാര് വിളിച്ചപ്പോ ഞാൻ പോയി. അവന്മാരെ വിളിച്ചാൽ പോയി. ഇപ്പൊ അനുഭവിച്ചാൽ മൂന്നാമത്തെ തവണ. പോ നീ പോ പോ. പാവത്തിന് ഞാൻ എവിടെ കൊണ്ട് വയ്ക്കും? എങ്ങനെ പോലും നമ്മൾ മൂന്നാളും ബാക്കിയാവും. എന്തിനടാ പാവത്തിന് എനിക്ക് വലിച്ചഴിച്ചത്? അപ്പൊ എത്ര കാലമായിട്ട് ഈ കോളേജിൽ പഠിക്കുന്നത്? ആദ്യം തിരിച്ചറിവ് കാണും. സാർ ഞങ്ങളും പാവങ്ങളാണ് സാർ. അയ്യാ ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് വയലേഷൻ ഓഫ് സിസ്റ്റം ബൈ ദി ടിയേഴ്സ് സാർ. പൊട്ട ഇംഗ്ലീഷും കൊണ്ടുവന്നെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ആദ്യം നിന്റെ തന്തേ തള്ളയെ വിളിച്ചോണ്ട് വാ. എന്നിട്ട് ഞാൻ അവിടെ സംസാരിക്കട്ടെ. എനിക്ക് നിന്റെ അടുത്തൊന്നും ഒന്നും സംസാരിക്കാനില്ല. ഇറങ്ങിപ്പിക്കാം പോ. സാറേ നമുക്ക് ഒന്നും കൂടെ സംസാരിച്ച് ചർച്ച ചെയ്ത് എല്ലാവരും ഒരു സംസാരമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു. നീയൊക്കെ നിന്റെ പൈസ ഞാൻ ഈടാക്കും, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഈടാക്കും. കേട്ടല്ലേ? ഇറങ്ങി പോട്ടെ. പോ വിളിച്ചോണ്ട് വാ. തന്തേ തള്ളേ എന്തിനു ഞാൻ തീരുമാനിക്കാം? എന്തിനു ഞാൻ തീരുമാനിക്കും? ഇതിനകത്ത് കാര്യമാ വേണ്ടത്. അവരറിയട്ടെ നിന്റെയൊക്കെ സ്വഭാവങ്ങൾ.